മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആര്യനോടൊരു ചോദ്യം ചോദിക്കാനായിട്ട് നമ്മുടെ അനുമോളാണ് എണ്ണീറ്റത്. അപ്പോൾ ഒരു ബിഗ് ബോസ് വിന്നർ ആയതിന് ശേഷം മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നതായിട്ടാണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക്. അനുമോൾ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, സാർ ഒരു വിന്നറാണ്, 50 ലക്ഷം രൂപയൊക്കെ കിട്ടിയ ഒരു കണ്ടസ്റ്റൻ്റാണ്, പക്ഷേ സാർ എന്തുകൊണ്ടാണ് നല്ലൊരു വസ്ത്രം ധരിക്കാത്തത്, സാർ എന്താ ഒരു നല്ല ഡ്രസ്സ് വാങ്ങിച്ചിടാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അനുമോൾ, ആദില, നൂറ ഇവർ 3 പേരും പച്ചക്കുയിലെന്ന് പറയുന്ന ഒരു മീഡിയയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനുമോൾ അത് ചോദിച്ചതിൻ്റെ തൊട്ട് പുറകെ പെട്ടെന്ന് തന്നെ നമ്മുടെ നെവിൻ എണ്ണീച്ചിട്ട് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയാണ്, എനിക്ക് ചോദിക്കണം, ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരണം. അപ്പോൾ ഇതിന് മറുപടി തരാൻ പോലും അനുമോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പോലും സമ്മതിക്കാതെ നെവിൻ എണ്ണീച്ചിട്ട് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അനുമോൾ ചോദിക്കുന്നുണ്ട്, അത് ഞാനല്ലേ ചോദിച്ചത്, അതിൻ്റെ മറുപടി പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്ന അനുമോൾ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും വക വെക്കാതെ നമ്മുടെ നെവിൻ വീണ്ടും ചോദിച്ചു തുടങ്ങി. സാർ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ജിസേൽ തക്രാൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ആയിട്ട് ചേർത്തിട്ട് സാറിനെ പറ്റി വളരെ മോശമായിട്ടൊരു കാര്യം പറയുകയുണ്ടായി. അത് ഗെയിമറെന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടസ്റ്റൻ്റായ അനുമോൾ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആര്യൻ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അംഗീകരിക്കുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ ആവാം, അതിന് മറുപടി പറയുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞാൻ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമാണ് ആലോചിക്കുന്നത്, ഈ ഏത് തരം അത്തരത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവും, അപ്പോൾ അതുമായിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഞാനത് മാത്രമേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഈ ചോദ്യത്തിനകത്തോട്ട് യാതൊരു വിധമായ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ലാലേട്ടൻ്റെ ആ വാക്കുകളെ ഞാൻ എടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് മാത്രം പറയുന്നുണ്ട്. അങ്ങനെ അനുമോൾക്കെതിരെ ആര്യൻ എന്തെങ്കിലും പറയണം എന്നുള്ളതായിരുന്നു നെവിൻ്റെ ലക്ഷ്യം. പക്ഷേ അവിടെ ഒന്നും ഉണ്ടായില്ല. ആര്യൻ ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് നിർത്തുകയാണ് ചെയ്തത്. നെവിൻ വേറും വൃത്തികെട്ട രീതിയിലുള്ള കളിയാണ് ഇപ്പം ബിഗ് ബോസിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്.